നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മുറ്റത്ത് കൺവെൻഷനിൽ ശ്രേഷ്ഠ ദേവദാസന്മാർ, പ്രത്യേകാൽ നമ്മുടെ റോബർട്ട് അച്ചായൻ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മുറ്റത്ത് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഈ പ്രിയ കുടുംബത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഈ ദേശത്ത് സുവിശേഷം അറിയിക്കണമെന്നുള്ളൊരു വലിയ ദാഹത്താൽ ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് കൃപ കൊടുത്തതിന് അനേകർക്ക് പണമുണ്ടായിട്ടും അതുപോലെ വീട് നല്ല മുറ്റമുണ്ടായിട്ടും സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും അത് ചെയ്യാതെ അനേകർ പതുങ്ങിയിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് ഹൃദയത്തിനകത്ത് കൊടുത്ത വലിയ ദാഹത്തിനും ദൈവം ഏൽപ്പിച്ച ആ ദൗത്യത്തിനുമായി ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു 15 മിനിറ്റ് എൻ്റെ ഒരു ചെറിയ അനുഭവ സാക്ഷ്യം. ഞാൻ ഈ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് പരസ്യയോഗങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7 വർഷം കൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. തുടർമാനമായി കർത്താവ് എനിക്ക് തന്ന കൃപയാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം എല്ലാവരുടെയും ശ്രദ്ധയെ, ഈ ദേശനിവാസികളെ എല്ലാവരുടെയും ശ്രദ്ധയെ ഈ ശബ്ദപരിധിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺവെൻഷൻ ഈ മുറ്റത്ത് ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവം അവൻ ഇടയാക്കിയത്. ഈ ദേശവാസികളെ എല്ലാം സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും സമാധാനവും സന്തോഷമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് നിങ്ങൾ കേട്ടതുപോലെ ലക്ഷ്മി എന്നാണ്. അച്ഛനും അമ്മയും 5 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. എല്ലാ ദിവസവും മദ്യപിച്ച് ലക്കുകെട്ട് താൻ വീട്ടിലേക്ക് വരും. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പിതാവ് വന്നതിന് ശേഷം പാട്ടും ഒന്നും മറ്റ് സന്തോഷങ്ങളൊന്നുമല്ല. അദ്ദേഹം വന്നതിന് ശേഷം എൻ്റെ മാതാവിനെ അരികിലേക്ക് വിളിക്കും. എന്നിട്ട് അദ്ദേഹം ക്രൂരമായി കഠിനമായി ഉപദ്രവിക്കും. എനിക്ക് ഓർമ്മ വെച്ച സമയം തൊട്ട് കണ്ടു വളർന്നൊരു കാഴ്ച ഞാനിതാ. എൻ്റെ മാതാവിനെ ചില അവസരങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് അബോധാവസ്ഥയിൽ കിടക്കുന്നതാ, ചിലപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ, ഇതേ ചെറിയ പ്രായത്തിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിനകത്തും ഒത്തിരി ചോദ്യങ്ങൾ, എന്തുകൊണ്ട് എന്നുള്ള ചിന്ത. ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ഞാൻ ഈ വേദനിക്കപ്പെടുന്നത്, ഞാൻ ഈ നിരാശപ്പെടുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു ചിന്ത. അതേ പ്രിയമുള്ളവരെ, ഈ ചെറിയ ചിന്ത എൻ്റെ ഹൃദയത്തിനകത്തും ആമേൻ വരുവാനിടെ എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നു, ആരുടെ പാപനിമിത്തം അല്ലെങ്കിൽ ആരുടെ തിന്മകൾ നിമിത്തം, ആരുടെ തെറ്റുകൾ നിമിത്തം എന്ന് ഞാൻ ചിന്തിച്ച് മുകളിലേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ട്. എന്നെ സഹായിക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? അങ്ങനെ എൻ്റെ പിതാവ് എൻ്റെ മാതാവിനെ ഉപദ്രവിച്ചതിന് ശേഷം അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? വീടിനകത്ത് കയറി വാതിലങ്ങ് പൂട്ടും. ഞങ്ങൾ 5 മക്കളെയും അമ്മയും വീടിന് വെളിയിലേക്ക് ഇറക്കി വിടും. ഭക്ഷണമൊന്നും തരത്തില്ല. അടികൊണ്ട് അവശയായി എൻ്റെ മാതാവ് 5 മക്കളെയും ചേർത്ത് പിടിച്ച് ഇതുപോലെ മുറ്റത്ത് വാഴയുടെയോ ചേനയുടെയോ ചേമ്പിൻ്റെയോ ചുവട്ടിൽ മഞ്ഞത്തും മഴയത്തും ഞങ്ങൾ 5 മക്കളെയും ചേർത്ത് പിടിച്ചതിന് ശേഷം പൊട്ടിക്കരയുന്ന എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ അമ്മ അവൻ രാത്രിയുടെ യാമത്തിൽ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. കരഞ്ഞ് തളർന്ന് എൻ്റെ മാതാവ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ അമ്മയോട് ചോദിക്കും, എന്താണ് അമ്മേ നമ്മളിങ്ങനെ വേദനിക്കുന്നത്, എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടാൻ കാരണം, നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് എൻ്റെ അമ്മയോട് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ നിറകണ്ണുകളോടെ ഒന്നും പറയാൻ കഴിയാതെ പലപ്പോഴും ഞങ്ങൾ 5 മക്കളെയും കോഴിക്കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ അമ്മ ഇങ്ങനെ വന്ന് പറഞ്ഞു, മക്കളെ നമുക്കൊരു പരിഹാരമുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഇതുവരെ പരിഹാരം ഇല്ല എന്നുള്ള വാക്കാ. എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എൻ്റെ അമ്മ പറഞ്ഞു, ഒരു പരിഹാരമുണ്ട്. ഞങ്ങൾ ആകാംക്ഷയോടെ അമ്മയോട് ചോദിച്ചു, എന്താണ് ആ പരിഹാരം? എൻ്റെ അമ്മ വളരെ സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാം. എന്നെ കേൾക്കുന്ന പലരും ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കാം. ജീവിതത്തിൻ്റെ അവസാന വഴിമുട്ടി മുൻപോട്ട് വഴിയില്ലെന്ന് ചിന്തിച്ച് പലരും ചിന്തിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്തേക്കാമെന്ന്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. കാരണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ പറയട്ടെ, അങ്ങനെ എൻ്റെ എൻ്റെ അമ്മ പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാം. എൻ്റെ വീട് കടലിനോട് 1 കിലോമീറ്റർ അകലത്തില്ല. എൻ്റെ അമ്മയുടെ അകത്ത് വന്ന ചിന്ത ഇങ്ങനെയാ, ഞങ്ങൾ 5 മക്കളെയും ആ കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തനിക്ക് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാമെന്ന്. വളരെ സങ്കടത്തോടെയാണ് എൻ്റെ മാതാവ് അങ്ങനെ പറഞ്ഞതെങ്കിലും അമ്മ പറഞ്ഞു, എന്താ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അറിയത്തില്ല, മരണം കൊണ്ട് ജീവിതം തീരും. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെയാ, മരണം കൊണ്ട് ജീവിതം തീരുമെന്ന്. എൻ്റെ അമ്മ പറഞ്ഞ എങ്ങനെയാ, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അറിയണ്ട,
ഇനി വേദനയും ഇല്ല, സങ്കടവും ഇല്ല, ഇടിയും ഇല്ല, ഉപദ്രവവും ഇല്ല, നമുക്ക് മരണം കൊണ്ട് അവസാനിക്കുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ഞങ്ങൾ 5 മക്കളെയും കൈക്കൽ പിടിച്ചുകൊണ്ട് അമ്മ കടലിലേക്ക് പോയി. പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ അകത്തൊരു ബോധമുണ്ടായിട്ട് അദ്ദേഹം ഓടി ഞങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല, തിരികെ വീട്ടിലേക്ക് വരണമെന്ന്. എൻ്റെ അപ്പൻ ഒരു പെട്ടെന്ന് അതുവരെ സുബോധമില്ലാതെ വീടിനകത്ത് കയറി പൂട്ടിക്കിടക്കുന്ന ആൾ ഓടി വന്നിട്ട് പറഞ്ഞു, നീ ആത്മഹത്യ ചെയ്യണ്ട, കുഞ്ഞുങ്ങളെ കൊന്നുകളയല്ലേ, ഞാൻ ഇനി ഉപദ്രവിക്കത്തില്ല എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനിടയായി. എന്നാൽ പറയട്ടെ, വീണ്ടും അദ്ദേഹം ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു മുൻപിൽ ഒരു വഴിയുമില്ലാതെ, ഒരു പരിഹാരമില്ലാതെ വളരെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ സുവിശേഷം പറയുന്ന ചിലർ സന്ധ്യാസമയത്ത് എൻ്റെ വീട്ടിലേക്ക് 2 വ്യക്തികൾ കടന്നു വരുവാനിടയായി. അപ്പോൾ എൻ്റെ അപ്പൻ, നമ്മളൊക്കെ പറയുന്നത് പോലെ എൻ്റെ അപ്പനും അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു വിദേശ ദൈവത്തിൻ്റെ ആവശ്യമില്ല, ക്രിസ്ത്യാനികളുടെ ദൈവത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, പൊയ്ക്കോ എന്ന് പറയാനിടയായി. എൻ്റെ പിതാവ് ആരെയും ഒരു ഭയമില്ലാത്ത മനുഷ്യനാണ്, ആരോടും ഒരു കൂസാതെ, ഒരു പ്രായം നോക്കാതെ, അവരെ ബഹുമാനിക്കാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. ആരും അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വരാറില്ല, അധികം ആരും വരാറില്ല. ആരെങ്കിലും എൻ്റെ അച്ഛനെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ, മോനെ നീ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ നിന്റെ ഭാര്യ ഉപദ്രവിക്കരുത്, നിന്റെ കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നല്ല വാക്കല്ല, അസഭ്യ വാക്കുകൾ പറയും. അതുകൊണ്ട് അധികം ആരും എൻ്റെ വീട്ടിലേക്ക് വരത്തില്ല. എന്നാൽ ഈ പ്രിയപ്പെട്ടവർ ധൈര്യപൂർവ്വം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, സഹോദര, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. എൻ്റെ അച്ഛൻ ശ്രദ്ധിക്കാനിടയെ, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ സഹോദരാന്ന് വിളിക്കുന്നത്. അതുവരെ അച്ഛനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവജ്ഞയോടെ നോക്കുന്ന ആൾക്കാർ. പക്ഷേ ആദ്യമായിട്ട് 2 വ്യക്തികൾ വീട്ടിലേക്ക് വന്നിട്ട്, സഹോദര, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സഹോദര, നിങ്ങൾ ഒരു 1000 വട്ടം ചിന്തിച്ചിട്ടില്ലേ ഒരു പച്ച മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന്? മദ്യത്തിൻ്റെ ലഹരിയില്ലാതെ, മദ്യത്തിൻ്റെ മണമില്ലാതെ നിങ്ങൾക്കൊന്ന് ജീവിക്കണമെന്ന്, നിങ്ങളുടെ ഭാര്യയോടൊപ്പം, നിങ്ങളുടെ മക്കളോടൊപ്പം ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് എൻ്റെ പിതാവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുവാനിടയായി. അങ്ങനെ ചില കാര്യങ്ങൾ, യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ പ്രിയപ്പെട്ടവർ അവിടുന്ന് പോകുവാനിടയായി. എന്നാൽ പറയട്ടെ പ്രിയമുള്ളവരെ, ചില ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ പിതാവിൽ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഏതു മനുഷ്യനെയും മാറ്റുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നുവെന്ന്. അതേ പ്രിയമുള്ളവരെ, ഏത് മനുഷ്യനെയും, മദ്യപാനിയാണെങ്കിലും, കൊലപാതകയാണെങ്കിലും, ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആളാണെങ്കിലും, രോഗിയാണെങ്കിലും, നിരാശയാൽ തകർന്ന വ്യക്തിയാണെങ്കിലും, ഏത് മനുഷ്യനെയും മാറ്റുവാൻ കഴിയുന്ന ആ സത്യവെളിച്ചം അന്ന് മാത്രമല്ല ഇന്നും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ വെളിച്ചം എൻ്റെ പിതാവിൻ്റെ അകത്ത് വന്നപ്പോൾ എൻ്റെ പിതാവ് മദ്യപിക്കാതെ ഒരു ദിവസം വീട്ടിലേക്ക് വരുവാനിടയായി. അദ്ദേഹം മദ്യപിക്കാതെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയെ അരികിലേക്ക് വിളിച്ചു. ഞങ്ങൾക്കെല്ലാം ഭയമാ, അച്ഛൻ അമ്മയെ എന്ന് അരികിലേക്ക് വിളിച്ചാൽ ഭയങ്കര ഭയമാണ്, കാരണം എടുക്കുന്ന കയ്യിൽ ഉപദ്രവിക്കും. എന്നാൽ പറയട്ടെ, എൻ്റെ അച്ഛൻ ആദ്യമായി എൻ്റെ അമ്മയെ അരികെ സ്നേഹത്തോടെ വിളിച്ചിട്ട് എൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുനീരോടെ ഇങ്ങനെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അപ്പൻ അങ്ങനെ പറയുന്നത്, വെറും വാക്കുകളായിട്ടല്ല. എൻ്റെ അപ്പൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ 5 മക്കളെയും അദ്ദേഹം തൻ്റെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കിയും ക്ഷമ ചോദിക്കുവാനിടയായി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മക്കളെ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, വേദനപ്പെടുത്തിയിട്ടുണ്ട്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിറ കണ്ണുകളോടെ, വാക്കുകളായിട്ടല്ല, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി എൻ്റെ പിതാവ് ജീവിതത്തിൽ ആദ്യമായി സന്തോഷത്തോടെ, അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന മനസ്സോടെ ഞങ്ങളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനിടയെ. അന്നാണ് ഒരപ്പൻ്റെ സ്നേഹം, അല്ലെങ്കിൽ അപ്പൻ്റെ ഒരു കരുതൽ ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. ഞങ്ങളെ ചേർത്ത് നിർത്തി അന്ന് രാത്രി തൻ്റെ കൈകൾ കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നു. വീട്ടിൽ ആദ്യമായി സന്തോഷത്തോടെ കിടന്നുറങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യേശു ഇന്നലകളുടെ മാത്രം ദൈവമല്ല. ആമേൻ. അവൻ വചനം ഇങ്ങനെ പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന്. ഇവിടെ അവൻ അനേക മനുഷ്യരെ മാറ്റുവാൻ അവൻ കൗൺസിലുകൾ ചെയ്യുന്നു, അവൻ പോലീസ് അധികാരികൾ ശിക്ഷാ നടപടികൾ ചെയ്യുന്നു, ഡി അഡിക്ഷൻ സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ പറയട്ടെ, ഇതിനൊന്നിനും മാറ്റുവാൻ, ഒരു മനുഷ്യനെ മാറ്റുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കാരണം യേശു എൻ്റെ ജീവിതത്തെ വിടുവിക്കുവാനിടയായി. അവൻ ഒരു പത്രവാർത്തയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ട എന്നെ അന്ന് ഞങ്ങൾ 5 മക്കളും ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ, അമ്മയുമായി ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ, ഒരു പത്രവാർത്തയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ട ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് സുവിശേഷത്തിന്റെ സന്ദേശകരായി നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നത് യേശു ജീവിക്കുന്നത് കൊണ്ടാ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദേശനിവാസികളെ, ഈ തുളസിത്തറയിലുള്ള എല്ലാ ദൈവ നിവാസികളോടും യേശുവിൻ നാമത്തിൽ ഞാൻ പറയുന്നു,
യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ കൈവിട്ടെന്നും നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്നും നിങ്ങളെ തള്ളിക്കളഞ്ഞുവെന്നും പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലേക്ക് പോകരുത്. ആത്മഹത്യ മാത്രമാണ് പരിഹാരമെന്ന് ചിന്തിക്കരുത്. ആത്മഹത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ യേശു നിങ്ങളെ വിളിക്കുകയാ. ആ വചനം, ആ ശബ്ദം ഇന്നും പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അതെ പ്രിയമുള്ളവരെ, ഈ ശബ്ദത്തിന് മുൻപാകെ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളെ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കുവാൻ ഇടയാകും. ഈ കഴിഞ്ഞ 2 ദിവസം തുടർമാനമായി, ഇന്ന് 3-ാം ദിവസമാണ്, തുടർമാനമായി ദൈവവചനം ഇങ്ങനെ പ്രസംഗിക്കപ്പെടുമ്പോൾ ഇതിന്റെ പ്രസക്തി വലുതാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം നിങ്ങൾ ജീവിതത്തെ കുറുക്കുക. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഈ ശബ്ദം ഞങ്ങൾക്ക് അസൗകര്യമാണ്, എന്തിനിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നു. ആമേൻ, ഹല്ലേലൂയ പറയട്ടെ. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതാണ്, ആമേൻ, ഇങ്ങനെയുള്ള ഒച്ചകളാണ് നമ്മുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ കേൾക്കുന്ന ഓരോ ശബ്ദവും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം ഈ ദേശവാസികളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുപ്പച്ചന്റെ നിത്യസ്നേഹത്തിലേക്ക് ആമേൻ, ആ ജീവപുസ്തകത്തിൽ പേരെഴുതുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അവസരം തന്ന അവൻ കർത്താവിന്റെ ദാസൻ റോബർട്ട് അച്ചായനും ഫാമിലിക്കും അതുപോലെ ഇവിടെയുള്ള എല്ലാ വിശിഷ്ട ദൈവദാസന്മാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.